ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി, യഥാർത്ഥത്തിൽ 20,000-ഓളം വോട്ടുകൾ അൻവർ പിടിച്ചു എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ എഫക്റ്റ് അവിടെ കാണിച്ചോ അതോ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായോ? എങ്ങനെയാണ് ഇടതുമുന്നണി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നോക്കിക്കാണുന്നത്? ഇടതുമുന്നണി ചേരുമ്പോഴേ അതറിയൂ. ഞാൻ ഈ കാര്യത്തിലുള്ള ഒരു നിരീക്ഷണ നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി വരുന്നത് തന്നെ അവിടെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വാധീനം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. അത് എപ്പോഴും ഇടതുപക്ഷം മാനിച്ചിരുന്നു. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യവും അദ്ദേഹത്തിന് ഇടതുപക്ഷ സ്വതന്ത്രനായി മത്സരിച്ചത്. എന്ത് കാരണത്താലാണ് അദ്ദേഹം ഈ ഇടതുപക്ഷത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് പോയത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. വ്യക്തമായി പിണറായിസം എന്നൊരു വിഷയം ആണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമല്ല. ഒന്ന്, ഇപ്പോൾ ഒരു അഭിപ്രായ സ്ഥൈര്യമുള്ള ആളായതുകൊണ്ട് അൻവറിൻ്റെ വച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് വച്ചിട്ടുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ വച്ച നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ടാണോ, അദ്ദേഹത്തിൻ്റെ വ്യാപാര താല്പര്യങ്ങൾക്കെതിരായി നിന്നത് കൊണ്ടാണോ, അതോ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി യോജിക്കാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് അദ്ദേഹം പോയതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയൂ. അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ തിട്ടമില്ല. അദ്ദേഹം സ്വതന്ത്രനാണോ, തൃണമൂൽ കോൺഗ്രസ് ആണോ? അപ്പോൾ ഇപ്പോഴും ഇവിടെ തൃണമൂൽ കോൺഗ്രസ് നിന്നുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ UDF-ലേക്ക് പോകാൻ വേണ്ടി കാല് നീട്ടി നിന്നിട്ട് അവിടെ കുറേ സീറ്റ് ചോദിക്കുകയാണ്. അങ്ങോട്ട് വരണ്ടെന്ന് വാതിലടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരം ചില പ്രതിഭാസങ്ങൾ സോപ്പ് കുമ്പളകണക്ക് ഉണ്ടാവുകയും പൊട്ടിപ്പോവുകയും ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ എത്രയോ ഇത്തരത്തിൽ വ്യക്തിപ്രഭാവം കാണിച്ചു എന്ന് പറഞ്ഞ ആൾ കാലക്രമേണ നിഷ്ക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയ വിഷയമല്ല. ഇവിടെ വന്ന ഒരു പ്രശ്നം, ഇപ്പോൾ UDF-ൻ്റെ വിജയത്തെ കുറച്ച് കാണിക്കാൻ കണക്കുകളുടെ കസരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം. കഴിഞ്ഞ 2021 UDF നേടിയ വോട്ടെന്ന് പറയുന്നത് 78,527. ഇപ്പോൾ അത് 77,737. അപ്പോൾ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ വോട്ട് വികസിപ്പിക്കാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. LDF-ൻ്റെ ആ മണ്ഡലത്തിൽ LDF പരമ്പരാഗതമായി തന്നെ ഒരു മേൽക്കൈയുള്ള മണ്ഡലമല്ല. അൻവർ ഫാക്ടർ ഉൾപ്പെടെയുള്ള ഒരു ഫാക്ടർ കൊണ്ടാണ് അത് അന്ന് വിജയിച്ചു വന്നത്. അത് ആ വോട്ട് അൻവറിനോടൊപ്പം തന്നെ പോയി എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ക്ഷീണം സംഭവിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ 15,000-ഓളം വോട്ടുകൾ എവിടെ പോയി? 15,000-ഓളം ആർക്ക്? അത് അൻവറിന് കിട്ടിയ വോട്ടുകളാണല്ലോ പോയത്. അൻവർ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷത്തിന് അങ്ങനെ ഉണ്ടാകുന്നത്, ആ സീറ്റുണ്ടാകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അൻവർ 81,000-ഓളം വോട്ട് പിടിച്ചു. ഇപ്പോൾ 66,000 വോട്ടാണ്, 60 ചില്ലുവാന വോട്ടാണ്, 66,660 വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. അതിനിടയിൽ ഒരു 15,000-ൻ്റെ ഗ്യാപ്പ് ഉണ്ട്. കാരണം അത് അൻവർ കൂടി അവകാശപ്പെട്ട അൻവർ എന്നെ കൂടെ നിൽക്കുന്ന വോട്ടാണ്. അത്തരം വോട്ട് എങ്ങനെ അൻവറിനോടൊപ്പം നിന്നു, എന്തുകൊണ്ട് ഇടതുപക്ഷത്തിലേക്ക് വന്നില്ല, അതിലെത്ര ഇടതുപക്ഷത്തിൻ്റെ വോട്ടുണ്ടെന്നൊക്കെ തന്നെ ഇനി വിശകലനം ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ അൻവർ ഫാക്ടർ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്ന് വിലയിരുത്തുന്നു. അല്ല, ഇപ്പോൾ വോട്ട് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ തിരിച്ചടിയാണ്. അതിലിപ്പോൾ യാതൊരു തർക്കമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ വ്യക്തമായി കാണേണ്ടതുണ്ട്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വന്തം വാല് തിന്നുന്ന പാമ്പിനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഘട്ടം വരെ ഭക്ഷിക്കാൻ പറ്റൂ, അതവിടെ ചെന്ന് സ്റ്റക്കാവും. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക. അപ്പോൾ അങ്ങനെ വന്ന അവരെ പ്രഖ്യാപിതമായ മത ഐഡൻറ്റിറ്റിയുള്ള മത രാഷ്ട്രീയമുള്ള ആളുകളെ സ്വന്തം ഘടകകക്ഷിയെ പോലെ ഇപ്പോൾ നിർത്തിയിട്ട് ഘടകകക്ഷിയാക്കാനും ശ്രമിക്കുകയാണ്. അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് തിരിച്ചടിയുണ്ട്. അതാണ് ഞാൻ ഈ സ്വന്തം വാല് ഭക്ഷിക്കുന്ന പാമ്പിൻ്റെ ഉപമ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ താൽക്കാലിക ജമാഅത്ത് ഇസ്ലാമി ബന്ധം ചർച്ച ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും LDF-ന് നേട്ടമോ അല്ലെങ്കിൽ അത് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നത് അതും കൂടി ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്താൽ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിൻ്റെ പ്രശ്നം ചർച്ച ചെയ്താൽ ഇനി അപ്പുറത്ത് ഹിന്ദുക്കളുടെ വോട്ട് ഇങ്ങോട്ട് ഒഴുകി വന്നില്ല എന്നുള്ളതാണോ? ആ അർത്ഥത്തിലല്ല ഇടതുപക്ഷം അതിനെ കാണുന്നത്. അത്തരത്തിൽ കാണരുത്. അത്തരത്തിൽ അല്ല ആ വിഷയത്തിൽ സമീപിക്കേണ്ടത്. ഇപ്പം മതരാഷ്ട്രീയം ഉയർത്തുന്ന ആരോടും ഇടതുപക്ഷത്തിന് യോജിപ്പില്ല. RSS മുന്നോട്ട് വയ്ക്കുന്നതും മതരാഷ്ട്രീയമാണ്. മതത്തെയും സംസ്കാരത്തെയും രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളുടെ മനസ്സ് പിടിക്കുന്നത്. എന്നിട്ട് ആ സമ്പന്നവർഗത്തിന് അനുകൂലമായും സവർണാധിപത്യപരമായുമാണ് അവർ പെരുമാറുന്നത്. അത് ഇതര വാഴ്വുകൾക്ക് ദോഷം ചെയ്യുമെന്ന കാര്യം സുചിന്തിതമാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളെത്ര ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ച വലിയ പാർട്ടിയൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നല്ല തിട്ടമുണ്ട്.
അപ്പോൾ അതിനെ എതിർക്കണമെങ്കിൽ ബിപിൻ ചന്ദ്രയെ പോലുള്ള പ്രമുഖ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്. ഹിന്ദുത്വ വർഗീയതയെ നേരിടണമെങ്കിൽ എല്ലാത്തരം വർഗീയതകളോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേ കഴിയൂ. ഏതെങ്കിലും ഒരു വർഗീയതയോട് സമരസപ്പെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. ആ നിലപാടാണ് ഇടതുപക്ഷത്തിനും ഉള്ളത്. ഇടതുപക്ഷം ഈ ജമാഅത്തെ ഇസ്ലാമിയെ വരെ പ്രഖ്യാപിത ആ വ്യത്യസ്ത പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രഖ്യാപിതമായ മതരാഷ്ട്രീയം മതാത്മകമായ ഭരണകൂടം കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ള ആളുകളെ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ ഒരു സെക്കുലർ എന്ന് അവകാശപ്പെടുന്ന പാർട്ടി കൊണ്ടു നടക്കുന്നത്? അതിപ്പോൾ തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാം, എന്നാൽ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം കോൺഗ്രസിന് തന്നെ അത് തിരിച്ചടിയായി മാറും. അപ്പോൾ ഇതിന് തത്വാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് പരാജയപ്പെട്ടാൽ ആ പരാജയം നമ്മൾ പരാജയം സഹിക്കും, അതിന് വിജയമായി മാറ്റാനായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ആശയത്തിൽ വെള്ളം ചേർക്കില്ല. സെക്കുലറിസത്തിന് വേണ്ടി, അതായത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സ്വയം കമ്മിറ്റാണ് ഇടതുപക്ഷം. മാത്രമല്ല, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുന്നതിന്, അടിത്തട്ടിലെ മനുഷ്യൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന്, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആരോഗ്യ കേന്ദ്രങ്ങളായാലും ഒക്കെ തന്നെ കേരളത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ, ഇന്ത്യയിലെ നമ്പർ 1 സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർച്ചയായ ഭരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ഘടകം ഞാൻ തോന്നുന്നത്, ഇപ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനോട് വിരോധമുള്ള ഒരാൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന് ചില ഘട്ടങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ UDFന് വോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ UDF ആണ് വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ഭീഷണി ഉണ്ടെങ്കിൽ ജനം അവർക്ക് വോട്ട് ചെയ്യില്ല. കാരണം ഇവരുടെ പറോട്ട് നാടകങ്ങൾ എത്രയോ പ്രാവശ്യം കേരളം കണ്ടിട്ടുള്ളതാണ്. അത് ഇപ്പോൾ തന്നെ വലിയവായി പറയുന്ന AK ആൻ്റണിയൊക്കെ എങ്ങനെ നാറിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയത്, എങ്ങനെയാണ് അദ്ദേഹത്തെ ഓടിച്ചു വിട്ടത്, എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം അവസാനമൊക്കെ തന്നെ എന്തെല്ലാം നാറ്റ കേസുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭരണമേ ഇല്ലായിരുന്നു. ആ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ ഒരു വലിയ പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കാവുന്ന പ്രസ്ഥാനമായി ലെഫ്റ്റിനെ തന്നെ കാണുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പരിഭവങ്ങൾ ആ ഘട്ടത്തിൽ മാറ്റിയെടുക്കും. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും.